നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം, ഇനി ഇവിടെ വലിയ റോളൊന്നും ഉണ്ടാവില്ല. ഹൻസി ഫ്ലിക്ക് 2 ബാഴ്സലോണ താരങ്ങളോട് കാര്യം അങ്ങ് തുറന്നു പറഞ്ഞിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു യുവാൻ മാർട്ടി. ഹൻസി ഫ്ലിക്ക് ഹാസ് കമ്മ്യൂണിക്കേറ്റഡ് ടു അൻസു ഫാറ്റി ആൻഡ് എറിക് ഗാർഷ്യ that it will be very difficult for them to get minutes now that majority of the squad is available, leaving the door open for their exit in January window എന്നാണ് ഇവാൻ മാർട്ടിയുടെ റിപ്പോർട്ട്. സോ ആ 2 പ്രധാന താരങ്ങളായിരുന്നു ഒരു ഘട്ടത്തിൽ ഭാവി താരം എന്നൊക്കെ കണക്കാക്കിയ ആളാണല്ലോ അൻസു ഫാറ്റി. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം പരിക്കും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് കരിയർ വല്ലാത്ത അവസ്ഥയിലാണ്. സോ അദ്ദേഹത്തോടും അതോടൊപ്പം എറിക് ഗാർഷ്യയോടും അറിയിച്ചിരിക്കുകയാണ്, ഇനി നിങ്ങൾക്ക് ഇവിടെ അധികം പ്ലേയിങ് ടൈം ഒന്നും ലഭിക്കില്ല. കാരണം സ്ക്വാഡിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോൾ അവൈലബിൾ ആണ്. പരിക്ക് മാറി മിക്കവരും തിരികെ എത്തിയിട്ടുണ്ട്. ഇനി വലിയ സാധ്യതയൊന്നും ഇവിടെ നിന്നിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വണ്ടി വിടാം എന്ന് അറിയിച്ചിരിക്കുന്നു ഹൻസി ഫ്ലിക്ക് എന്നാണ് ഇവാൻ മാർട്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവർക്ക് പുറത്തു പോകാം എന്ന സൂചന തന്നെ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഫബ്രീസിയോ റൊമാനോയും മാറ്റിയോ മൊറാറ്റയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എഫ് സി ബാഴ്സലോണ ജൊനാഥൻ ടായുമായിട്ട് അഡ്വാൻസ്ഡ് ടോക്കിലാണ്. ക്ലബ്ബ് അദ്ദേഹത്തെ സൈൻ ചെയ്തതിന് പോൾ പൊസിഷനിലാണുള്ളത്. ഓൾറെഡി അവർ കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒന്നും ഫൈനൽ ഡിസിഷനിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രം. ബയേണും അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. പക്ഷേ ബാഴ്സലോണ തന്നെയാണ് മുന്നിലുള്ളത് എന്നാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നത്, ഡെക്കോയും ജൊനാഥൻ ടായും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞു. ജൊനാഥൻ ടാ ഇപ്പം ബാഴ്സലോണയുടെ ഈ ഒരു പ്രൊജക്റ്റിൽ കൺവിൻസ്ഡ് ആണ് എന്നാണ് വരുന്ന റിപ്പോർട്ട്. ഒരു പക്ഷേ വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോസിറ്റീവ് വാർത്തകൾ ബാഴ്സലോണയുടെ ആരാധകർക്ക് ലഭിച്ചേക്കും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സ്റ്റുഡിയോ എത്താം.